വെളിപാടിൻ്റെ പുസ്തകത്തിൽ 20:10. ഇനി അത് പിശാചിൻ്റെ അവസാന പരാജയത്തെക്കുറിച്ച് പറയുകയാണ്. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാവട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. കണ്ടോ, വ്യാജപ്രവാചകനും മൃഗവും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് ആരെറിയപ്പെട്ടു? പിശാച് എറിയപ്പെട്ടു. അടുത്ത വചനം, അവിടെ രാപ്പകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഈ പിശാചുക്കൾ മുഴുവൻ നിത്യകാലം, അതായത് അന്തിമ വിധി കഴിയുന്നോടെ ഈ പിശാചുക്കൾ മുഴുവൻ ഈ ഗന്ധകാഗ്നി തടാകത്തിൽ എറിയപ്പെടും. അവിടെ നിത്യകാലം, അനന്തതയിൽ ഒരിക്കലും അവസാനിക്കാത്ത കാലത്തോളം ഈ പിശാചുക്കൾ അവിടെ പീഡിപ്പിക്കപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ പിശാച് വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് വരാനിരിക്കുന്നത് ഇത്. ഹല്ലേലൂയ. ഇങ്ങനെ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേൾക്കല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ്റെ അന്തിമ പരാജയം, സാത്താൻ്റെ അന്തിമ പരാജയം യേശുവിൻ്റെ 2ാം വരവോടെ അവൻ പൂർണ്ണമായിട്ട് പരാജയപ്പെടും. അവൻ നിത്യ നരകത്തിലേക്ക് സാത്താൻ വലിച്ച് എറിയപ്പെടുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഒരു സാത്താൻ ആരാധനക്കാരൻ ചെറുപ്പക്കാരൻ വന്ന് അവനിക്കാര്യമൊക്കെ പറഞ്ഞു. അവന് എപ്പോഴും ഭക്ഷണം കഴിക്കത്തില്ല. ഞായറാഴ്ച വന്നിട്ട് ചൊവ്വാഴ്ചയായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ശവത്തിൻ്റെ മണമാണെല്ലാം. ഞാൻ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. മരിയൻ കൂടാരത്തിലവിടെ അവനെ കൊണ്ട് ടീമുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ മുട്ടയിൽ നിൽക്കാൻ പറഞ്ഞു. മുട്ടയിൽ നിന്നു. ഞാൻ അവൻ്റെ നെറ്റിയെക്കുറിച്ച് വെച്ചിട്ട് യേശു നാമത്തിൽ ബന്ധിച്ചൊരു പ്രാർത്ഥന. അവനെ എടുത്തെറിയുന്ന പോലെ ഒറ്റ പോക്കാണ്, വലിച്ചെറിയുന്ന പോലെ. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 15 അടി അകലെ ആ ബൈക്കിലേക്ക് അവൻ തെറിച്ചു പോയി വീണു. പിന്നെ അലറി ഭയങ്കര ബഹളമായിരുന്നു. എല്ലാവരും പിടിച്ചു, പ്രാർത്ഥിച്ചു, കുറേ സമയം എടുത്തു. അവന് ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞ് അവന് ശാന്തമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുമ്പോൾ ശവത്തിൻ്റെ ദുർഗന്ധമില്ല. ഞാൻ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ഉച്ച സമയം കൊണ്ടുപോയി ചോറ് കൊടുത്തു. ഞാൻ പറഞ്ഞു, ചോറുണ്ടിരിക്കും വരണമെന്ന് പറഞ്ഞു. ചോറുണ്ടിട്ട് വന്നു. ചോറിന് ശവത്തിൻ്റെ മണമില്ല. അവൻ പൂർണ്ണമായിട്ട് ഡെലിവറൻസ് കിട്ടി. അവന് ധ്യാനം കൂടി. പിന്നെ ഒരു ധ്യാനം കൂടി അവൻ്റെ ഭാര്യയായിട്ട് വന്ന്, മക്കളൊന്നുമില്ല. അന്ന് ധ്യാനം കൂടി പോയി. ഹല്ലേലൂയ. വിടുതൽ കർത്താവ് കൊടുത്തു. ഇനി CCC 2853. നമുക്ക് ജീവൻ നൽകാനായി യേശു സ്വമനസാൽ തന്നെ മരണത്തിന് വിട്ടുകൊടുത്ത മണിക്കൂറിൽ, കുരിശിൽ തന്നെ മരണത്തിന് വിട്ടുകൊടുത്ത മണിക്കൂറിൽ ഈ ലോകത്തിൻ്റെ അധിപൻ്റെ മേൽ ഒരിക്കൽ എന്നേക്കുമായി വിജയം വരിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിൻ്റെ അധിപൻ, യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് അത് പറയുന്നത്. ഈ ലോകത്തിൻ്റെ അധിപൻ വരുന്നു, എന്നാൽ അവന് എൻ്റെ മേൽ അധികാരമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനം. ഈ ലോകത്തിൻ്റെ അധിപൻ വരുന്നു, എന്നാൽ അവന് എൻ്റെ മേൽ അധികാരമില്ല. ഈ ലോകത്തിൻ്റെ അധിപൻ വരുന്നു, അവന് എൻ്റെ മേൽ അധികാരമില്ല. യേശു പാടിയ ഹല്ലേലൂയ. ഒരിക്കൽ എന്നേക്കുമായി യേശു അവൻ്റെ മേൽ വിജയം വരിച്ചു. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ വിധി. ഈ ലോകത്തിൻ്റെ അധിപൻ പുറന്തള്ളപ്പെടും. ഈ ലോകത്തിൻ്റെ അധിപൻ പുറന്തള്ളപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ വായിക്കുന്നത്. ചെറിയ കാര്യമൊന്നുമല്ല. സാത്താനെക്കുറിച്ച് ആധികാരികമായിട്ട് കുറേ കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിശാചുണ്ട്, അവൻ്റെ പ്രവർത്തനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വിടുതൽ ആവശ്യമാണ് നമുക്ക്. CCC 609. ദൈവേഷ്ടത്തിന് പരിപൂർണ വിധേയത്വം നൽകുന്ന ദൈവദാസനായി യേശു സ്വയം ആവിഷ്കരിക്കുന്നു. ഇങ്ങനെ പിശാചിൻ്റെ മേൽ പരിപൂർണ വിജയം നേടിയവനാണ് യേശു. പിശാചിൻ്റെ മേൽ പരിപൂർണ വിജയം നേടിയവനാണ് യേശു. കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ചു ബന്ധിക്കുന്നു. കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ചു ബന്ധിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താ? കൊള്ളവസ്തു എന്താ? മനുഷ്യൻ്റെ ആത്മാവ് സാത്താൻ
കൈവശം വെച്ചിരിക്കുന്ന മനുഷ്യാത്മാക്കളാണ് കൊള്ളവസ്തു. അവൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. കൊള്ളവസ്തു നേടിയെടുക്കുന്ന വസ്തു തിരിച്ചു പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ചു ബന്ധിക്കുന്നു. ദൈവം അല്ലെ യേശു ബലവാനെ ബന്ധിക്കുന്നു. ബന്ധിച്ചെങ്കിൽ മാത്രമേ ഈ കൊള്ളവസ്തു തിരിച്ചെടുക്കാൻ പറ്റൂ. അവൻ സാത്താൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ വിടുവിക്കണമെങ്കിൽ ആ സാത്താനെ ബന്ധിക്കണം. എങ്കിലേ വിടുതലേക്ക് നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് മർക്കോസ് 3:27 പറയുന്നു, ശക്തനായ ഒരുവൻ്റെ ഭവനത്തെ പ്രവേശിച്ച് കവർച്ച ചെയ്യുവാനായി ആദ്യമേ അവനെ ബന്ധിക്കണം. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ സാധിക്കത്തുള്ളൂ. മനുഷ്യാത്മാക്കളെ ബന്ധനത്തിലാക്കുന്ന പൈശാചിക അരൂപികൾ ബന്ധിക്കപ്പെടണം. അപ്പം നമുക്ക് അതിനുള്ള അഭിഷേകമുണ്ടാവണം. അതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16:17 പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളമുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, രോഗിയുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന വചനം ഒന്ന് ശ്രദ്ധിച്ചേ, വിശ്വസിക്കുന്നവരോടുകൂടെ. വിശ്വസിക്കുന്നവർ ആരാണോ അവരുടെ കൂടെ, ബിലീവേഴ്സ്, വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളമുണ്ടായിരിക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ സംഭവിക്കും. പിശാചുക്കൾ ബന്ധിക്കപ്പെടും, പുറത്തു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത CCC ഒരെണ്ണം കൂടെ ഞാൻ പറയുന്നു. CCC 414. സാത്താൻ അഥവാ പിശാച്, മറ്റു ദുർഭൂതങ്ങൾ എന്നിവർ പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധയോടെ കേട്ട്. ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. സാത്താൻ അഥവാ പിശാച്, മറ്റ് ദുർഭൂതങ്ങൾ. മറ്റ് ദുർഭൂതങ്ങളുണ്ട്. അവർ പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ് ഈ പിശാചുക്കൾ. ദൈവത്തെയും അവിടുത്തെ പദ്ധതിയെയും ധിക്കരിക്കുവാൻ അവർ സ്വതന്ത്രരായി തീരുമാനിച്ചു. ലൂസിഫറിൻ്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തു. ദൈവത്തിനെതിരെ ഉള്ളൊരു പോരാട്ടം അവർ ആരംഭിച്ചു. അത് ഇന്നും തുടരുകയാണ്. ദൈവത്തിനെതിരെയുള്ള അവരുടെ തീരുമാനം അന്തിമമാണ്. ദൈവത്തിനെതിരായുള്ള തങ്ങളുടെ സമരത്തിൽ മനുഷ്യരെ ഉൾപ്പെടുത്താൻ പിശാചുക്കൾ പരിശ്രമിക്കുന്നു. ദൈവത്തിനെതിരെയുള്ള ഒരു സമരത്തിൽ, പോരാട്ടത്തിൽ പിശാച് നിരന്തരം ഇങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ തോറ്റ പടയാളിയാണ്, തോറ്റ പോരാളിയാണ് പിശാച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പിശാചുക്കളും മുട്ടുമടക്കും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിയുകയും ചെയ്യും. ഹല്ലേലൂയ. സാത്താൻ അഥവാ പിശാച്, മറ്റ് ദുർഭൂതങ്ങൾ എന്നിവർ പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. മറ്റ് ദുർഭൂതങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ? സഭ ചുമ്മാ എഴുതി വെക്കുമോ? സഭയുടെ ആധികാരികമായൊരു പുസ്തകത്തിൽ ചുമ്മാ എഴുതി വെക്കുമോ? ഇല്ല. അപ്പോൾ ഉണ്ട്, സംശയിക്കണ്ട. സഭ എന്ത് പറയുന്നോ അതാണ് ശരി. നമ്മൾ പറയുന്നതല്ല, സഭ പറയുന്നതാണ് ശരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച്, ദുർഭൂതങ്ങൾ, സാത്താന്, അശുദ്ധാരൂപികൾ, അതൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ അരൂപിയുടെ ഒരു ലെവലാണ്. അതായത് അവരുടെ ആ ശക്തിയുടെ ആ ലെവല് സൂചിപ്പിക്കുന്നതാണ് അങ്ങനെ പറയുന്നത്. അശുദ്ധാത്മാക്കൾ, പിശാചുക്കൾ, ഡീമൺസ്, ഈവിൾ സ്പിരിറ്റ്, അങ്ങനെയൊക്കെ വ്യത്യസ്തമായ പേരുകളിലാണ് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അവരുടെ ആ പവറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പോകുന്നത്. അതൊരു സാത്താൻ്റെ ലോകം, ഒരു ഹൈറാർക്കി ഉണ്ട്. തലവൻ, പിന്നെ വ്യത്യസ്തമായ തലങ്ങൾ, നേതാവ്, അവിടെ ആൾക്കാർ, അങ്ങനെ കോടിക്കണക്കിന് മാലാഖമാർ അധപ്പതിച്ചു പോയി. അങ്ങനെ ഒരു പിശാചിൻ്റെ ഒരു സാമ്രാജ്യം ഉണ്ട് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. ഇതൊക്കെ ഒന്ന്
പൊതുവായിട്ടൊന്ന് മനസ്സിലാക്കാനാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു വചനം കൂടെ വായിക്കുന്നു ഞാൻ. യെശയ്യ 14:12-13-14. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? അതാരാണ്? ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രം, ലൂസിഫർ. നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? ഞാനതൊക്കെ പുറകെ പറയാം. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉണ്ടോ? ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. അഹങ്കാരമാണ് പിശാച് പറയുന്നത്, ലൂസിഫർ പറയുന്നത്. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന് മുകളിൽ ഞാൻ ഇരിക്കും, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെ ആകും. ഹല്ലേലൂയ. ഇതാണ് പറ്റിയ അബദ്ധം സാത്താന്. ഞാൻ അത്യുന്നതനെ പോലെയാകും, എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കൂടെ കോടിക്കണക്കിന് മാലാഖമാരും. സ്വർഗരാജ്യത്ത് പുറത്തായി. നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായിട്ടൊന്ന് സ്തുതിക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ. മനസ്സിൻ്റെ മേൽ, ശരീരത്തിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ, പഞ്ചേന്ദ്രിയങ്ങളിൽ ലൈംഗികതയിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക അരൂപികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഇവരെ അഭിഷേകം ചെയ്യുന്നു. ഹോളി ബ്ലഡ് ഓഫ് ജീസസ് വാഷിംഗ് us. കർത്താവിൻ്റെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നു. ആത്മാവിൻ്റെ അഗ്നി അയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. I release the power of holy fire. ആത്മാവിൻ്റെ തീ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ തീ നിറയട്ടെ. ആത്മാവിൻ്റെ തീ പകരട്ടെ. ആത്മാവിൻ്റെ അഗ്നി വ്യാപരിക്കട്ടെ. മനസ്സിൻ്റെ മേൽ, ശരീരത്തിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ പരിശുദ്ധാത്മാ അഗ്നി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവജനം സ്വതന്ത്രമാവട്ടെ. ദൈവജനം സ്വതന്ത്രമാവട്ടെ. Be free in the name of Jesus. Be free in the name of Jesus. Hallelujah. Be delivered in the name of Jesus. ഓ പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ. നിന്റെ മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ. ആ തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. വ്യത്യസ്തമായ അരൂപികൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. സഭയോട് ചേർന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുന്നു, വിടുതലാവട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ഇവരെ അഭിഷേകം ചെയ്യുന്നു. വാ തുറക്കട്ടെ. യേശുവിൻ്റെ രക്തത്തെ വിളിച്ചേ, യേശുവിൻ്റെ നാമത്തെ വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകുന്നു. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവജനം സ്വതന്ത്രമാവട്ടെ. ദൈവജനം സ്വതന്ത്രമാവട്ടെ. നിരാശ വിട്ടുമാറട്ടെ. ദുഃഖം വിട്ടുമാറട്ടെ. ഭയം വിട്ടുമാറട്ടെ. ഉത്കണ്ഠ വിട്ടുമാറട്ടെ. ആകുലവിടെ വിട്ടുമാറട്ടെ. മടുപ്പ് വിട്ടുമാറട്ടെ. മന്ദത വിട്ടുമാറട്ടെ. മടി വിട്ടുമാറട്ടെ. അലസത വിട്ടുമാറട്ടെ. ശരീരക്ഷീണം വിട്ടുമാറട്ടെ. ശരീരത്തിന്റെ മടുപ്പ് വിട്ടുമാറട്ടെ. അമിത ഉറക്കം വിട്ടുമാറട്ടെ. പ്രാർത്ഥനയുടെ മടുപ്പ് വിട്ടുമാറട്ടെ. വചനം വായിക്കാനുള്ള തടസ്സം വിട്ടുമാറട്ടെ. കണ്ണുകളുടെ ആസക്തി വിട്ടുമാറട്ടെ. ജഡികാസക്തി വിട്ടുമാറട്ടെ. ഭോഗാസക്തി വിട്ടുമാറട്ടെ. അശുദ്ധിയുടെ ആത്മാവ് വിട്ടുമാറട്ടെ. നിരാശയുടെ ആത്മാവ് വിട്ടുമാറട്ടെ. ആത്മഹത്യയുടെ ആത്മാവ് വിട്ടുമാറട്ടെ. എതിർച്ചുന്ന വിട്ടുമാറട്ടെ. നെഗറ്റീവ് വിട്ടുമാറട്ടെ. കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തിയടിച്ച് ശക്തിയോടെ അധരങ്ങൾ തുറന്ന് വിളിച്ച് യേശുവേ, എൻ്റെ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ
അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.